ആലപ്പുഴയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു അക്ഷയ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ അവന്റെ മുന്നിലൂടെ കടന്നുപോകും. ചിലർ സന്തോഷത്തോടെ യാത്ര ചെയ്യും. ചിലർ പ്രിയപ്പെട്ടവരെ കാണാൻ പോകും. ചിലർ വിട പറഞ്ഞ് കണ്ണീരോടെ ട്രെയിനിൽ കയറും. അക്ഷയ് എല്ലാം കാണുമായിരുന്നു. പക്ഷേ അവന്റെ ജീവിതം മാത്രം ഒരേപോലെ തുടരുകയായിരുന്നു. രാവിലെ ജോലി, വൈകുന്നേരം വീട്, വീണ്ടും അതേ ദിവസം. ഒരു ദിവസം വൈകുന്നേരം കനത്ത മഴ പെയ്യുകയായിരുന്നു. സ്റ്റേഷനിൽ ആളുകൾ കുറവായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിലേക്ക് വന്നത്. കയ്യിൽ ഒരു പഴയ സ്യൂട്ട്കേസ്. മഴയിൽ നനഞ്ഞ മുടി. കണ്ണുകളിൽ ചെറിയൊരു ആശങ്ക. തിരുവനന്തപുരംക്ക് അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അവൾ ചോദിച്ചു. അക്ഷയ് സമയം നോക്കി. ഇനിയും 1 മണിക്കൂർ ഉണ്ട്. അവൾ ദീർഘനിശ്വാസം വിട്ടു. ശരി. അവൾ അടുത്തുള്ള ബെഞ്ചിൽ പോയി ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ട്രെയിൻ വന്നില്ല. മഴ കാരണം വൈകുകയായിരുന്നു. അവൾ വീണ്ടും കൗണ്ടറിലേക്ക് വന്നു. ഇനിയും എത്ര സമയം? അക്ഷയ് ചിരിച്ചു. ഈ മഴയോട് ചോദിക്കണം. അവൾ ആദ്യമായി ചിരിച്ചു. ആ ചിരി അക്ഷയ്യുടെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ അക്ഷയ്. ദിയ. അത് അവരുടെ ആദ്യ പരിചയമായിരുന്നു. അടുത്ത ദിവസം അതേ സമയം ദിയ വീണ്ടും സ്റ്റേഷനിൽ വന്നു. പക്ഷേ ഈ തവണ യാത്രയ്ക്കല്ല. അവൾ ഒരു പുസ്തകം തിരികെ നൽകാൻ വന്നതായിരുന്നു. മഴ കാരണം കഴിഞ്ഞ ദിവസം കാത്തിരിക്കുമ്പോൾ അക്ഷയ് അവൾക്ക് വായിക്കാൻ നൽകിയ പുസ്തകം. നന്ദി, അവൾ പറഞ്ഞു. കഥ ഇഷ്ടമായോ? വളരെ. അവസാനം? ദിയ ചെറുതായി ചിരിച്ചു. കുറച്ചു കൂടുതൽ നീണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അക്ഷയ് അവളെ നോക്കി. ചില നല്ല കഥകൾ എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. ദിയ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ദിയ ഇടയ്ക്കിടെ സ്റ്റേഷനിൽ വരാൻ തുടങ്ങി. ചിലപ്പോൾ പുസ്തകം വാങ്ങാൻ, ചിലപ്പോൾ ചായ കുടിക്കാൻ, ചിലപ്പോൾ വെറുതെ അക്ഷയോട് സംസാരിക്കാൻ. അവൾ ഒരു പത്രപ്രവർത്തകയായിരുന്നു. പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അവൾക്ക് ഇഷ്ടമായിരുന്നു. നീ ഒരിക്കലും ഈ സ്റ്റേഷനിൽ നിന്ന് ദൂരേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അവൾ ചോദിച്ചു. അക്ഷയ് കുറച്ച് നേരം ആലോചിച്ചു. മുമ്പ് ഇല്ല. ഇപ്പോൾ? അവൻ അവളെ നോക്കി. ഇപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. ദിയയുടെ കവിളുകൾ ചുവന്നു. മഴക്കാലം കടന്നുപോയി. പക്ഷേ അവരുടെ സൗഹൃദം കൂടുതൽ ആഴമായി. ഒരു ദിവസം വൈകുന്നേരം ദിയ അസാധാരണമായി നിശബ്ദമായിരുന്നു. സ്റ്റേഷനിലെ പഴയ ബെഞ്ചിൽ ഇരുന്ന് അവൾ ട്രാക്കുകളിലേക്ക് നോക്കുകയായിരുന്നു. എന്താണ് പറ്റിയത്? അക്ഷയ് ചോദിച്ചു. ദിയ പതിയെ പറഞ്ഞു. എനിക്ക് ഡൽഹിയിലേക്ക് പോകണം. അക്ഷയ്യുടെ ഹൃദയം ഒന്നു നിശ്ചലമായി. എന്തിന്? പ്രമോഷൻ കിട്ടി. എപ്പോൾ? അടുത്ത ആഴ്ച. സ്റ്റേഷനിലൂടെ ഒരു ട്രെയിൻ കടന്നുപോയി. അതിന്റെ ശബ്ദത്തിനിടയിൽ ഇരുവരും കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. നീ സന്തോഷവാനല്ലേ? ദിയ ചോദിച്ചു. അക്ഷയ് ചിരിക്കാൻ ശ്രമിച്ചു. നീ ഇല്ലാത്ത ഈ സ്റ്റേഷനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ല. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ചില അവസരങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എനിക്കറിയാം. അടുത്ത ആഴ്ച എത്തി. പോകുന്ന ദിവസം വീണ്ടും മഴ പെയ്തു. ദിയ ട്രെയിനിൽ കയറാൻ തയ്യാറായി. പുറപ്പെടുന്നതിന് മുമ്പ് അവൾ ഒരു ചെറിയ നോട്ട്ബുക്ക് അക്ഷയ്ക്ക് നൽകി. ഇത് നിനക്കുള്ളതാണ്. അക്ഷയ് അത് തുറന്നു. ആദ്യ പേജിൽ എഴുതിയിരുന്നത്. ഓരോ കാത്തിരിപ്പിനും ഒരു ലക്ഷ്യമുണ്ട്. അവൻ തല ഉയർത്തി നോക്കി. പക്ഷേ ട്രെയിൻ പതിയെ നീങ്ങിത്തുടങ്ങിയിരുന്നു. ദിയ ജനലരികിൽ നിന്ന് കൈവീശി. മഴത്തുള്ളികൾ എല്ലാം മങ്ങിയാക്കി. മാസങ്ങൾ കടന്നുപോയി. സ്റ്റേഷൻ പഴയതുപോലെ തുടർന്നു. പക്ഷേ അക്ഷയ്ക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എന്നിട്ടും അവൻ ഓരോ വൈകുന്നേരവും അതേ ബെഞ്ചിലേക്ക് നോക്കും. ഒരു ദിവസം വീണ്ടും ജൂൺ മാസം വന്നു. വീണ്ടും മഴ. വീണ്ടും അതേ സ്റ്റേഷൻ. അക്ഷയ് ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ ഒരു പരിചിത ശബ്ദം കേട്ടു. തിരുവനന്തപുരംക്ക് അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൻ തല ഉയർത്തി നോക്കി. ദിയ. കയ്യിൽ അതേ പഴയ സ്യൂട്ട്കേസ്. മുഖത്ത് പഴയ അതേ പുഞ്ചിരി. അക്ഷയ്യുടെ കണ്ണുകൾ നിറഞ്ഞു.
നീ തിരികെ വന്നോ? ദിയ ചിരിച്ചു. അതെ. എന്തിന്? അവൾ പതിയെ പറഞ്ഞു. കാരണം ഞാൻ മനസ്സിലാക്കി. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു നഗരമല്ലായിരുന്നു. പിന്നെ? ദിയ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു മനുഷ്യനായിരുന്നു. പുറത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. സ്റ്റേഷനിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നുപോയി. പക്ഷേ ഈ തവണ ആരും വിട പറയുന്നില്ലായിരുന്നു. കാരണം അവരുടെ കാത്തിരിപ്പിന് ഒടുവിൽ ഒരു മനോഹരമായ അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ് ലഭിച്ചത്.